ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞാൻ റിവ്യൂ ചെയ്യില്ല നത്തിങ്ങിന്റെ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഈ സാധനത്തിന്റെ വീഡിയോ S26 അൾട്രയുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിത് വീഡിയോ ചെയ്യാതെ ഉപേക്ഷിച്ചാലേ ബ്രാൻഡ് പാഠം പഠിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബ്രാൻഡ് പാഠം പഠിക്കില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം ഞാൻ ചെയ്തെങ്കിൽ അപ്പുറത്ത് 1000 പേര് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിങ്ങളുടെ ചെയ്യുകയും ചെയ്യും, നിങ്ങൾ കാണുകയും ചെയ്യും. തീരുമാനം നമ്മുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മൾ ഈ ഫോൺ വീഡിയോ ചെയ്യണം. പ്രതാപ്ജി ടെക്കിൽ S26 അൾട്ര, നത്തിങ് ഫോൺ 4 എല്ലാം വരണം. അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പോരായ്മകൾ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ഇത് പോരായ്മകളുണ്ട്, ഇത് നമുക്ക് പറ്റിയ ഇത്രയും പൈസക്ക് ഇത് മുതലല്ല എന്നുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കുമ്പോൾ ബ്രാൻഡ് പാഠം പഠിക്കും. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല, അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. കാരണം കച്ചവടം ഇല്ലാണ്ടായ പണി താനെ പഠിച്ചോളൂ അവര്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു, കാരണം ടെക് ചാനലാണ്, അവിടെ ഇതെല്ലാം കവർ ആവണം. നല്ലതും മോശവും കവർ ആവുമ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കഴിഞ്ഞ ദിവസം എന്നെ ഒരാള് ഒരു റീല് ഞാൻ കണ്ട് കുറെ പേര് എന്നെ ടാഗ് ഒക്കെ ചെയ്യാനുണ്ട്. പിടിച്ച് സമ്മതിച്ചു. ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ എനിക്ക് ആകെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഞാനത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം, ടെക് ലോകത്തിലോട്ട് എനിക്കത് കൊണ്ടുവരാൻ യാതൊരു താല്പര്യവും ഇല്ല. എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഞാൻ പറയാം, ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ ഐ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ്. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളുടെ എതിരെയാണ്, അല്ലാതെ എനിക്ക് നിലപാട് പറഞ്ഞ അതൊന്നുമില്ല. ഒരു കയ്യബദ്ധം അവന്മാരെ ഇയർലി കോൺട്രാക്ട് മേടിച്ച് വെച്ചിട്ട് കാശ് ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ പോയ ഒരു പ്രശ്നവും ഇല്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. സാംസങ് എത്ര പ്രോഡക്റ്റാണ് ഇറക്കണത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തലയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതണ്ടല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാനൽ പണ്ട് തൊട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ നിന്നേനെ, ഞാൻ കാര്യമായിട്ടും പറയണേ. പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി.